ബീഹാർ ഇലക്ഷനിലെ കനത്ത തോൽവിക്ക് പിന്നാലെ മഹാരാഷ്ട്രയിലെ ഇന്ത്യ സഖ്യത്തിലും ചില അസ്വസ്ഥതകൾ ഇപ്പോൾ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഉദ്ധവ് താക്കറെയുടെ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അത് കോൺഗ്രസിന് സ്വന്തമായി തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അതുപോലെ തന്നെ ശിവസേനയ്ക്കും സ്വാതന്ത്ര്യമുണ്ട് എന്ന് ആലോചിക്കണം. ശിവസേനയും ഒരു സ്വതന്ത്ര പാർട്ടിയാണ് എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനയാണ് BMC, അതായത് അവിടെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, BMC തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിൽ. അതുമായിട്ട് ബന്ധപ്പെട്ട് തനിച്ച് മത്സരിക്കാനുള്ള അവകാശം തങ്ങൾക്കുമുണ്ട് എന്ന് കോൺഗ്രസ് ആലോചിക്കണം എന്നുള്ളൊരു പ്രസ്താവനയുമായിട്ടാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത്. അവിടെ കോൺഗ്രസിനെ ഒരിക്കലും മഹാവികാസ് അഘാടി സഖ്യത്തിൽ നിലനിർത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല, താൻ അതിന് ശ്രമിക്കുകയുമില്ല എന്നും അധ്യക്ഷൻ പറഞ്ഞു. ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് നമ്മുടെ കോൺഗ്രസിന്റെ മഹാരാഷ്ട്ര ചുമതലയുള്ള രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രസ്താവനയാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പായതിനാൽ ഞങ്ങളുടെ പ്രാദേശിക ഘടകങ്ങളുടെ അഭിപ്രായത്തെ ഞങ്ങൾ മാനിക്കുന്നു. അതുകൊണ്ട് മുംബൈ ഘടകം ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. 227 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ ഞങ്ങൾ നിർത്തും. BMCയിൽ തനിച്ച് മത്സരിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം എന്ന് കോൺഗ്രസിന്റെ മഹാരാഷ്ട്ര അധ്യക്ഷനായിട്ടുള്ള മഹാരാഷ്ട്ര ചുമതലയുള്ള രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇതേ തുടർന്നാണ് ഉദ്ധവ് താക്കറെ ഇത്തരത്തിലൊരു പ്രസ്താവന പറഞ്ഞത്. തിരിച്ച് ഞങ്ങൾക്കും അതിനുള്ള അവകാശമുണ്ടെന്ന് ആലോചിക്കണം. ഇതിനിടയ്ക്ക് ഉദ്ധവിന്റെ കസിൻ സഹോദരനായ MNS നേതാവുമായിട്ടുള്ള രാജ് താക്കറെയും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന അടുപ്പം കോൺഗ്രസിനുള്ളിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് കാരണമായിട്ട് പ്രധാനമായി പറയുന്നത് രാജ് താക്കറെയുടെ തീവ്ര ഹിന്ദുത്വ ഒരു നിലപാടും മറാത്തി സ്വത്വബോധവും ഒക്കെയാണ്. അതായത് ഇത് ഉദ്ധവിനേക്കാൾ കൂടുതലാണ്, ഒരു തോതിൽ ഇത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺഗ്രസ് പിന്തുടരുന്ന ഒരു ലൈനിൽ നിന്ന് വളരെ വിഭിന്നമായി സഞ്ചരിക്കുന്ന ഒരു ദിശയാണ് രാജ് താക്കറയുടേത്. അപ്പോൾ രാജ് താക്കറയുമായി സൗഹൃദം ഒരിക്കലും, രാജ് താക്കറെയും ഉദ്ധവ് താക്കറയുമായിട്ടുള്ള ഒരു സൗഹൃദം ഒരിക്കലും കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. അത് മാത്രമല്ല, ഇങ്ങനെ അവരുടെ ഒരു കൺസോളിഡേഷൻ, ഒരുമിച്ച് ഒരു ഐക്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് BJPയിലേക്കുള്ള ലയനം ശിവസേനയ്ക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്നും കോൺഗ്രസ് ഭയക്കുന്നുണ്ട്. പിന്നെ മറാത്തി വോട്ടുകൾ അല്ലെങ്കിൽ അർബൻ ഹിന്ദുക്കളുടെ വോട്ട് തമ്മിലുള്ള സ്പ്ലിറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് കോൺഗ്രസ് ഭയക്കുന്നത്. ഈ കാരണങ്ങളാൽ കോൺഗ്രസിന് ഈ ഒരു കാര്യത്തിലും അസ്വസ്ഥതയുണ്ട്. പക്ഷെ അങ്ങോട്ടേക്ക് തന്നെയാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.